1.5 മണിക്കൂർ 2 മണിക്കൂർ ബൈബിൾ വാക്യങ്ങൾ മാത്രം മണിമണിയായിട്ട് പറയാമെന്ന് എൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടൊരു ബിസിനസ്സുകാരൻ പറയുമ്പോൾ എൻ്റെ തല ചെറുതായി ഒന്ന് താത്തു പിടിച്ചു. കാരണം ഞാൻ അവൻ്റെ മുമ്പിൽ ചെറുതായി പോയി. കർത്താവേ, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഇടവേളകൾ വചനവുമായിട്ട് ഞാൻ ഇരിക്കോ, എന്നോട് ഇടപെടുന്ന വചനം ഞാൻ കാണാതെ പഠിക്കൂ, അതിൻ്റെ പല വേർഷൻസ് ഞാൻ തപ്പിയെടുക്കോ, എന്നിട്ട് ഞാൻ ദൈവസന്ധി അത് പറഞ്ഞ് അന്ന് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം മുതൽ എൻ്റെ വായിൽ ആ വചനം കാണാൻ പാടമായിരിക്കും. ദൈവമേ, വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. വചനത്തിൻ്റെ വർഷമായി മാറട്ടെ, വചനത്തിൻ്റെ വർഷമായി മാറട്ടെ. ഓ ഹർക്ക റിക ലഗദന ഹംദന. ദൈവദാസന്മാരായ നമുക്ക് ഹല്ലേലൂയ. സൺഡേ സ്കൂൾ അധ്യാപകരെ വചനവർഷമായി മാറണം. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്ക്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ 1 2 3 ഇത്രയേ ഉള്ളൂ, 4 5 6. പണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ഒന്നും വേണ്ടായിരുന്നു. രാവിലെ പ്രിപ്പറേഷൻ ഇല്ലാതെ വെറുതെ വന്ന ആ പുസ്തകം അങ്ങോട്ട് തുറന്ന് ഒരു വാക്കും ഒരു കഥയും എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ പ്രശ്നം മാറുമായിരുന്നു. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഒരു സുഹൃത്ത് പറഞ്ഞത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. പഴയ കാര്യം കൊണ്ട് നടക്കത്തില്ല. അന്ന് ഞങ്ങളെ തൃത്വം പഠിപ്പിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് തൃത്വത്തെക്കുറിച്ച് പ്രസംഗം കേൾക്കുന്നത് മരിച്ചുപോയ കർത്താവദാസൻ വി എ തോമസ് പാസ്റ്റർ ഞങ്ങളുടെ സഭയെ പ്രസംഗിക്കുമ്പോഴാണ്. പുള്ളി രസകനായിരുന്നു. പുള്ളി പ്രസംഗിച്ചത് ഒരു റബ്ബറങ്ക എടുത്തുകൊണ്ട് വന്നിട്ടാണ്. റബ്ബറങ്ക കാണിച്ചിട്ട് പറഞ്ഞു, പുറത്തെ തോട് പിതാവ്, അകത്തെ കുരു പുത്രൻ, അതിനകത്തിരിക്കുന്ന സാധനം പരിശുദ്ധാത്മാവ്. ഇതാണ് റബ്ബറങ്ക, ഇതാണ് തൃത്വം. നമുക്കത് മതിയായിരുന്നു. തൃത്വം വിശ്വസിക്കാൻ റബ്ബറുങ്കായുടെ ഉദാഹരണം മതിയായിരുന്നു. പക്ഷേ ഇന്ന് തൃത്വം വിശ്വസിക്കാൻ റബ്ബറുങ്ക പറഞ്ഞാൽ മനസ്സിലാക്കുന്ന തലമുറയല്ല. അവർക്ക് 1000 ക്വസ്റ്റ്യൻസ്. ഇവരുടെ അടുക്കെ ചെല്ലണമെങ്കിൽ വചനത്തിൻ്റെ ഭയങ്കര അഭിഷേകം വേണം. വചനത്തിൻ്റെ ഭയങ്കര അഭിഷേകം വേണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതുണ്ടായിട്ടല്ല. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, വചനാഭിഷേകം ഇല്ലാതെ നിൽക്കാനൊക്കത്തില്ല. ഈ തലമുറയെ നേടിയെടുക്കണമെങ്കിൽ അകത്തുനിന്ന് വചനങ്ങൾ നമ്മുടെ ഒഴുകുമ്പോൾ കേൾക്കുന്ന അവരിൽ അത് ജീവനായിക്കോളും. നമ്മളങ്ങ് വിശ്വസിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനാ. അതില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. അത് ഇരുളിൽ പ്രകാശിക്കും. ഇരുൾ അതിനെ പിടിച്ചടക്കിയില്ല. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ എന്ത് ചെയ്തില്ല, പിടിച്ചടക്കിയില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞ് വചനവർഷമായി മാറ്റണമേ, വചനവർഷമായി. ഒരിക്കലൂടെ പുസ്തകം ഒന്ന് ഉയർത്തി പറ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു.